എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 3 മാർഗങ്ങളിലൂടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 1. ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം. 2. വാസ്തുദോഷം. 3. കർമ്മഫലം. ഇതിൽ നല്ല കർമ്മത്തിലൂടെ ഗ്രഹനക്ഷത്രങ്ങളുടെ പ്രഭാവം നമുക്ക് തരണം ചെയ്യാം. പക്ഷേ വാസ്തുദോഷത്തെ ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ മാത്രമേ പരിഹരിക്കാനാവൂ എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിലെ വിഷയത്തിലേക്ക് കടക്കാം. പൂജാമുറിയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഐശ്വര്യമുണ്ടാകുന്നതിനായി പൂജാമുറിയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഭവനത്തിൽ പൂജ ചെയ്യുന്നത് ഭാരതത്തിൻ്റെ വളരെ പഴക്കമേറിയ ഒരു കാര്യമാണ്. ഭക്തർ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പൂജാകാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ സമയത്തിൻ്റെ അഭാവം മൂലം എല്ലാ ദിവസവും അവന് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പേരും പൂജാമുറിക്ക് വളരെ വിശേഷ സ്ഥാനം ഭവനത്തിൽ കൽപ്പിക്കുന്നു. കൂടുതലും ഭവനത്തിലെ സ്ത്രീകളാണ് പൂജാകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത്. എന്നാൽ പല കാര്യങ്ങളും പലർക്കും അറിയില്ല. ഉദാഹരണത്തിന്, പൂജാമുറിയുടെ സ്ഥാനം എവിടെയായിരിക്കണം? ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശയിലാണ് പൂജാമുറിക്ക് പറ്റിയ സ്ഥാനമെന്ന് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ആ സ്ഥാനത്ത് പൂജാമുറിക്ക് പറ്റുന്നില്ല എങ്കിൽ വേറെ ഏതെല്ലാം ദിശകളിൽ പൂജ ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, അത് കാണുക. അതുപോലെ പൂജാമുറിയിൽ എന്തെല്ലാം വസ്തുക്കൾ വയ്ക്കണം, എന്തെല്ലാം വസ്തുക്കൾ വയ്ക്കാൻ പാടില്ല, പൂജ ചെയ്യാനുള്ള യഥാർത്ഥ വിധി എന്നിവയെപ്പറ്റി പലർക്കും അറിയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പൂജ ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് വിനീതമായി പറഞ്ഞോട്ടെ. അതായത് വിശ്വാസം മാത്രം പോരാ, കർമ്മങ്ങൾ ശരിയായ വിധത്തിൽ ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കരുത്. അത് ഏത് കാര്യത്തിനായാലും. ഉദാഹരണത്തിന്, ശരിയായ രീതിയിൽ കൈകൂപ്പിയില്ല എങ്കിൽ വെറുതെയാകും കൈകൂപ്പുന്നത്. അതുപോലെ ആരതി ഒഴിയുന്നത് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ ആരതി ആകുകയുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. പൂജാമുറി അലങ്കരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ശ്രദ്ധയും കലയും അനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ ഏത് ദേവതയുടെ ഫോട്ടോ വയ്ക്കുന്നു എന്നത് അവരവരുടെ വിശ്വാസം അനുസരിച്ചിരിക്കും. പക്ഷേ പൂജാമുറിയിൽ കുറച്ച് വസ്തുക്കൾ വയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ആ വസ്തുക്കൾ നമുക്ക് ഏകാഗ്രതയും സമ്പൂർണ്ണ ഫലം തരുവാനും സഹായകമാകും. പൂജാമുറിയിൽ വെക്കേണ്ട ചില വിശേഷ വസ്തുക്കളെപ്പറ്റി പറയാം. സാളഗ്രാമം, മയിൽപ്പീലി, ഓടക്കുഴൽ, പാതുകം, ശംഖ്, വാൽക്കിണ്ടികൾ, പിത്തള അല്ലെങ്കിൽ വെള്ളിത്തട്ടുകൾ, 5 തിരി ഇടാൻ പാകത്തിലുള്ള വിളക്ക്, രക്തചന്ദനം, വെളുത്ത ചന്ദനം, ചന്ദനം ഉരയ്ക്കാനുള്ള ചാണക്കല്ല്, ഭസ്മം, കുങ്കുമം, അതുപോലെ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല, രാമായണം, ഭഗവത്ഗീത, അതുപോലെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ, ഉണ്ണി നാളികേരം, ഇവയെല്ലാം പൂജാമുറിയിൽ ഉണ്ടായാൽ നമുക്ക് ഏകാഗ്രതയും ഫലപൂർണതയും തരുന്നതാണ്. അലങ്കാരത്തിനായി പ്ലാസ്റ്റിക് മാലകൾ, ഇലക്ട്രിക്കൽ ബൾബുകളെല്ലാം പൂജാമുറിയിൽ തീർത്തും പാടില്ല. ഭവനത്തിൻ്റെ ഐശ്വര്യത്തിനായി പൂജാമുറിയിൽ നാം അനുഷ്ഠിക്കേണ്ട ചില ചിട്ടകളെയും നിബന്ധനകളെയും പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഏത് ദേവതയാണോ നിങ്ങൾ പൂജിക്കുന്നത് അതിന് ഇടതുവശത്തായി ഒരു ഗണപതിയുടെ ഫോട്ടോ തീർച്ചയായും വച്ചിരിക്കണം.
പൂജാമുറിയിൽ എപ്പോഴും ശുദ്ധമായ ജലം എപ്പോഴും ഒരു പാത്രത്തിൽ അടച്ച് വച്ചിരിക്കണം. എന്നും പഴയ ജലം മാറ്റി പുതിയ ജലം വയ്ക്കുക. പഴയ ജലത്തെ തുളസി ചെടിയുടെ ചുവട്ടിലോ ആൽമരത്തിൻ്റെ മൂട്ടിലോ ഒഴിക്കുക. പൂജാമുറിയിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ ഒരെണ്ണം മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അതായത് ഗണപതിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ വേറൊരു ഗണപതിയുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല. പ്രധാന ദേവതയുടെ ഫോട്ടോ മറ്റു ദേവതയുടെ ഫോട്ടോയെ അല്പം വലിപ്പം ഉണ്ടായിരിക്കണം. വിഗ്രഹ പൂജയാണ് ചെയ്യുന്നുവെങ്കിൽ വിഗ്രഹത്തെ പ്രാണപ്രതിഷ്ഠ തീർച്ചയായും ചെയ്തിരിക്കണം. നിവേദ്യം പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം. ഒരിക്കലും മരിച്ചവരുടെ ഫോട്ടോ പൂജാമുറിയിൽ വയ്ക്കാൻ പാടില്ല. എന്നും പൂജാമുറി വൃത്തിയായി സൂക്ഷിക്കണം. അതായത് പഴയ ചന്ദനത്തിരിയുടെ കവറുകൾ, കത്തിത്തീർന്ന തിരി, ഇങ്ങനെയുള്ളവയെല്ലാം അപ്പോൾ തന്നെ പുറത്തേക്ക് മാറ്റുക. തെളിച്ചമില്ലാത്ത ഫോട്ടോകൾ, പൊട്ടിയ വിഗ്രഹങ്ങൾ, പൊട്ടിയ വിളക്കുകൾ ഇവയെല്ലാം പൂജാമുറിയിൽ ഉണ്ടാകാൻ പാടില്ല. പൂജാമുറിയിൽ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, അതായത് പേഴ്സ്, ബെൽറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കയറരുത്. രാത്രി സമയങ്ങളിൽ പൂജാമുറി അടച്ചിടുകയോ കർട്ടൻ ഉപയോഗിച്ച് മറയ്ക്കുകയോ ചെയ്യണം. പൂജയ്ക്ക് എന്നും ഒരേ സമയം തന്നെ നിശ്ചയിക്കുക. അതേ സമയം തന്നെ എന്നും പൂജയ്ക്കാനെടുക്കാൻ ശ്രമിക്കുക. ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. തറയിലിരുന്ന് പൂജിക്കാതെ പീഠത്തിലോ തുണി വിരിച്ച് അതിന്മേലിരുന്ന് ശാന്തമായ മനസ്സോടെ വിളക്ക് കത്തിച്ച് പൂജിക്കുക. പൂജ ആരംഭിച്ചു കഴിഞ്ഞ് തീരുന്നത് വരെ പുറത്തേക്ക് പോകാതിരിക്കുക. പൂജാരംഭത്തിൽ ഗണപതി സ്തുതി, മൂലമന്ത്രം അല്ലെങ്കിൽ കീർത്തനം ഇവ തീർച്ചയായും ചൊല്ലിയിരിക്കണം. ഏതെങ്കിലും ഒന്നായാലും മതി. പൂജയുടെ അവസാനം പൂജാമുറിയിൽ വച്ചിരിക്കുന്ന എല്ലാ ദേവതകളെയും ഒരുപോലെ ആരതി ഒഴിയണം. അതിനുശേഷം തറയിൽ തൊട്ട് വന്നിച്ചതിന് ശേഷം എഴുന്നേൽക്കുക. അതിനുശേഷം പൂജാമുറിയിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിൽ വന്ന് പിതൃക്കന്മാരെ വന്ദിക്കുക. പ്രിയമുള്ളവരെ, മുകളിൽ പറഞ്ഞ രീതികൾ പൂജാമുറിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും ഐശ്വര്യം ലഭിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.